ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയാണ്. മാങ്ങയ്ക്ക് ഒരു പച്ചമുളകും കീറിയിട്ട് വേവിച്ച് വെച്ചിരിക്കുക. അതിലേക്ക് അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർക്കണം. തേങ്ങ അരച്ചത്, തേങ്ങ, ജീരകം, ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി തൈര് ചേർത്തായിരിക്കുന്നത്. തൈര് ചേർത്തിട്ട് അത് നല്ല കുറുകുറാന്നിരിക്കാൻ വേണ്ടിയാണ് തൈര് ചേർക്കുന്നത്. തൈര് ചേർത്തരച്ചിട്ട് നല്ല നന്നായിട്ട് ചേർത്ത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ച് തന്നാൽ ഒരു ശകലം കൂടി ഉപ്പ് ചേർത്തിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ലേശം പുളിയുള്ള മാങ്ങയായിരുന്നു, അതിന് കുഴപ്പമില്ല. പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ചെറിയൊരു മധുരവും പുളിയും ആയിട്ട് വരും. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വാങ്ങി വരും. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് വേവിച്ച് വെച്ച മാങ്ങ പച്ചമുളക് ഒരെണ്ണം കീറിയിട്ട്, എരിവൊന്നും കാണത്തില്ല. ഇതിന് നല്ലൊരു പുളിയും മധുരമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിന് തേങ്ങായും ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ അത് അരയ്ക്കുന്നതിന് വെള്ളം ചേർക്കാതെ തൈര് ചേർത്ത് വേണം അരയ്ക്കാൻ. നന്നായിട്ട് അരച്ച് ചേർത്തത് ചൂടായിട്ടുണ്ട്. ഇങ്ങോട്ട് വാങ്ങി വയ്ക്കും. ഇതിലേക്ക് കടുക് കാണിച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല തൈര് ചേർത്തതെന്ന് പറഞ്ഞാൽ ഇത് അധികം തിളപ്പിക്കരുത്, നന്നായിട്ട് ചൂടായാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ അത് തിരിഞ്ഞ പോലെയാണ്. എല്ലാവർക്കും അറിയാതിരിക്കും മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. മാമ്പഴ പുളിശ്ശേരി റെഡി.